നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണക്കാരൻ മുഖ്യമന്ത്രി മാത്രമാണ് എന്ന കണ്ടെത്തലിലേക്ക് സ്വന്തം അണികളടക്കം എത്തിയിരിക്കുകയാണ്. പി ജയരാജനും ജി സുധാകരനുമടക്കം മുഖ്യമന്ത്രിക്ക് നേരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. CPIയും മുഖ്യമന്ത്രിയെ തന്നെയാണ് കുറ്റക്കാരനാക്കുന്നത്. എന്നാലും ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ ഇനിയും ആക്രമിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് CPIയുടെ നേതൃയോഗം എത്തിച്ചേർന്നിരിക്കുകയാണ്. ജനം തോൽപ്പിച്ചു കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനിയും ആക്രമിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് CPI യോഗത്തിലെ വിമർശനം. ശവത്തിൽ കുത്താൻ ഞങ്ങളില്ല എന്ന് സാരം. തെറ്റ് ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ CPIക്ക് പിന്തുണ കിട്ടുമായിരുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. അന്ന് അത് നേതാക്കൾ ചെയ്തില്ല എന്ന വിമർശനവും യോഗത്തിൽ ഉയർന്നു. ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നും വിമർശനമുയർന്നു. തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ടുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനമുയർന്നത്. സർക്കാരിനും അതിന്റെ തലവനായ മുഖ്യമന്ത്രിക്കുമെതിരെ ഉണ്ടായ വികാരമാണ് തിരഞ്ഞെടുപ്പ് ഫലം. എന്നാൽ ഇനിയും പിണറായിയെ ഈ വിഷയം പറഞ്ഞ് ആക്രമിക്കാൻ പോയിട്ട് അർത്ഥമില്ല. ജനമാണ് പിണറായിയെയും ഇടതു മുന്നണിയെയും തോൽപ്പിച്ചിരിക്കുന്നത്. ജനം തോൽപ്പിച്ചവരുടെ നെഞ്ചത്ത് വീണ്ടും കുത്തുന്നതുകൊണ്ട് അർത്ഥമില്ലാത്ത കാര്യമാണ് എന്നും വിമർശകർ പരിഹസിച്ചു. പിണറായി വിജയൻ തെറ്റ് ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ CPIക്ക് കേരളത്തിലെ ഇടതുപക്ഷ അനുകൂലികളുടെ പിന്തുണ കിട്ടുമായിരുന്നു. CPIM അണികളുടെയും പിന്തുണ CPIക്ക് ലഭിച്ചേനെ. അങ്ങനെയായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ തിരുത്തുകയും ചെയ്തേനെ. തിരഞ്ഞെടുപ്പ് ഫലവും വ്യത്യസ്തമാകുമായിരുന്നുവെന്നുമാണ് എക്സിക്യൂട്ടീവിൽ നിന്നും ഉയർന്ന വികാരം. തൃശൂരിലെ അടക്കം തോൽവിക്ക് കാരണം CPM നേതാക്കളാണ് എന്ന കുറ്റപ്പെടുത്തലും ഉയർന്നു. AP ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയും ഫലത്തെ സ്വാധീനിച്ചതായി വിമർശനമുണ്ടായി. പോളിംഗ് ശതമാനം കുറയുന്നതിനും അത് കാരണമായി. ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഒന്നുകിൽ മനസ്സിലാകുന്നില്ല, അല്ല എങ്കിൽ നേതാക്കൾ സമർത്ഥമായി കള്ളം പറയുകയാണ് എന്നും ആക്ഷേപമുയർന്നു. ഫലം വിശദമായി അവലോകനം ചെയ്യാൻ ജില്ലാ ഘടകം നിർദ്ദേശിച്ചു. ഇതിനുശേഷം 26-ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് വിശദമായ വിലയിരുത്തൽ നടത്തും. CPI മത്സരിച്ച 4 സീറ്റുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടും ചർച്ചയുമാണ് പ്രധാനമായും നടന്നത്. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട LDF ചർച്ചകളിൽ പങ്കെടുക്കേണ്ടിയിരുന്നതിനാൽ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കൂടുതൽ സമയവും വിട്ടുനിൽക്കേണ്ടി വന്നു. വിശദമായ ചർച്ച അടുത്ത നിർവാഹക സമിതി കൗൺസിൽ യോഗങ്ങളിൽ നടക്കും. അതിനിടെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് PP സുനീറിനെ രാജ്യസഭാംഗമാക്കിയത്. സുനീറിന് ബദലായി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബുവിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. മുല്ലക്കര രത്നാകരനാണ് പ്രകാശ് ബാബുവിന്റെ പേര് നിർദ്ദേശിച്ചത്. അസിസ്റ്റന്റ് സെക്രട്ടറി E ചന്ദ്രശേഖരൻ ഇതിനെ പിന്താങ്ങി. മന്ത്രി GR അനിലും പിന്തുണച്ചു. സുനീറിന് തുണയായത് ന്യൂനപക്ഷ പരിഗണനയാണ്. കാനം രാജേന്ദ്രൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ സുനീറിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ ആലോചിച്ചിരുന്നതായും നേതൃത്വം യോഗത്തിൽ അറിയിച്ചു.